ഏവം സംക്ഷയാസംഭവേ ജഗദ്രൂപസ്യ കചനം പ്രഥാരൂപം തച്ചിദേവ അംബരം അവിനാശി സ്ഥിതം. സംക്ഷയം ഇല്ലാത്തതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തതുകൊണ്ട്, മറഞ്ഞു പോകാത്തതുകൊണ്ട് ജഗദ്രൂപത്തിലുള്ള പരമാത്മ പ്രകടനം അത് ബ്രഹ്മം തന്നെ, പരമാത്മാവ് തന്നെ പ്രപഞ്ചമായി കാണപ്പെടുന്നു. പ്രപഞ്ചം എപ്പോഴും പരിണമിച്ചു കൊണ്ടിരിക്കുന്നതാണ്. നാമരൂപങ്ങളുടെ സംഘാതമാണ് ഈ പ്രപഞ്ചം. ഈ നാമരൂപങ്ങൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അവയുടെ അധിഷ്ഠാനത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അധിഷ്ഠാനം ഇളകാതെ മാറാതെ നിൽക്കുന്നു. ആരോപിക്കപ്പെട്ട പ്രപഞ്ചം ഇളകി മറിയുന്നു. ഇതേതുപോലെ വെള്ളിത്തിരയോ അല്ലെങ്കിൽ TV സ്ക്രീനോ എന്തൊക്കെ പടങ്ങളാണ് അതിനകത്ത്, സ്റ്റണ്ട്, അടിപിടി, വെള്ളപ്പൊക്കം, തീപിടുത്തം, എന്തൊക്കെയാണ് TV-യിലും അല്ലെങ്കിൽ ആ വെള്ളിത്തിരയിലും ഒക്കെ നമ്മൾ കാണുന്നത്. പക്ഷേ ആ വെള്ളപ്പൊക്കം കൊണ്ട് TV സ്ക്രീനോ വെള്ളിത്തിരയോ നനയുന്നില്ല, അതിൽ കരി പറ്റുന്നില്ല. വലിയ തീപിടുത്തമൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ആ സ്ക്രീനിനെ ബാധിക്കുന്നില്ല. ഇതുപോലെ അധിഷ്ഠാനത്തിന് ഒരു മാറ്റവും സംഭവിക്കാതെ എന്തൊക്കെയോ ഉള്ളതുപോലെ തോന്നുന്നു. പഞ്ചഭൂതങ്ങളുടെ ഒരു കോലാഹലം, അതാണ് ഈ പ്രപഞ്ചം. കീലാല വായ് വനല കോലാഹലം ഭുവനം ആലാപമാത്രമഖിലം. ഇത് കുറേ നാമരൂപങ്ങളുടെ കളിയാണ്. ഈ നാമരൂപങ്ങൾ യഥാർത്ഥത്തിൽ ഇല്ല, മായ കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഈ പഞ്ചഭൂതങ്ങളുടെ ഒരു കോലാഹലമാണ് ഈ പ്രപഞ്ചമെന്ന് പറയുന്നത്. അതിൽ നമുക്ക് വിസ്മയം തോന്നേണ്ട കാര്യമില്ല. തച്ചിദേവ അംബരം അവിനാശി സ്ഥിതം. പ്രപഞ്ചമായി കാണപ്പെടുന്നത് ചിദാകാശം തന്നെയാണ്, അത് നശിക്കാത്തതുമാണ്. ജഗദ്ഭാനം ദധദ്ദാഹം ചിന്നഭസ്ഫടികാചലഃ അനാദിമധ്യപര്യന്ത സ്വച്ഛ ആത്മനി തിഷ്ഠതി. ജഗദ്ഭാനം ദധദ്ദാഹം ചിന്നഭസ്ഫടികാചലഃ. ഈ ചൈതന്യം എന്ന് പറയുന്നത് ഒരു സ്ഫടിക പർവ്വതമാണ്. എന്ന് പറഞ്ഞാൽ സ്ഫടികം കൊണ്ടുണ്ടാക്കിയ ഒരു പർവ്വതം. കണ്ണാടി മല, കണ്ണാടി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു മല. അതിൻ്റെ ഉള്ളിൽ പഞ്ചഭൂതങ്ങളുടെ കോലാഹലം നടക്കുന്നു. പക്ഷേ ഇത് കണ്ണാടിയാണ്. ഇതിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ പഞ്ചഭൂതങ്ങളൊന്നും ഉണ്ടാവാൻ പറ്റില്ല. പക്ഷേ എല്ലാം ഉള്ളതുപോലെ തോന്നുന്നു. വെറും തോന്നൽ, നിഴൽ രൂപത്തിലേ ഈ പ്രപഞ്ചമുള്ളൂ. ഇങ്ങനെ വാസ്തവത്തിൽ ഒന്ന് ആത്മാവിൽ ഉണ്ടാവാൻ പറ്റില്ല. അനാദിമധ്യപര്യന്ത, ആദിമധ്യങ്ങൾ ഇല്ലാത്തതാണ്. സ്വച്ഛ ആത്മനി തിഷ്ഠതി, ആദിമധ്യാന്തരഹിതമായ ആത്മതത്വത്തിൽ ആദിമധ്യാന്തങ്ങളോടുകൂടി എന്ന പോലെ തോന്നുന്ന ഒരു ഭ്രമം മാത്രമാണ് ഈ പ്രപഞ്ചം. ഈ കാര്യം പിടികിട്ടാതെ നമ്മളാരും ഇവിടെ സുഖമായി ജീവിക്കാൻ പോകുന്നില്ല. എഴുതി വെച്ചേരാം, പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വം ഉറപ്പ് വരാതെ ഇവിടെ ആരും ശാന്തി അനുഭവിക്കാൻ പോകുന്നില്ല, സ്വസ്ഥത അനുഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്തൊക്കെ കസർത്ത് വേണമെങ്കിലും കാണിച്ചോളൂ, തലകുത്തി മറിഞ്ഞോളൂ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മലയുടെ മുകളിൽ വലിഞ്ഞു കയറിക്കോളൂ, അല്ലെങ്കിൽ കടലിൻ്റെ അഗാധതയിൽ ഊളിയിട്ട് ഇറങ്ങിക്കോളൂ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പ്രപഞ്ചം മിഥ്യയാണ് എന്ന സത്യത്തെ മനസ്സിലാക്കാതെ ഇവിടെ ആരും സ്വസ്ഥതയോ സുഖമോ അനുഭവിക്കാൻ പോകുന്നില്ല. ഇതാണ് വേദാന്തത്തിൻ്റെ ഉറച്ച തീരുമാനം. ചിന്നഭോ ലക്ഷണഃ സ്ഫടികാചലഃ സ്വാന്ത സ്വയമേവ ജഗദ്ഭാനം ദധത്. ചിദാകാശ സ്വരൂപമായിട്ടുള്ള ഒരു കണ്ണാടി മല പോലെയാണ്, സ്ഫടികം കൊണ്ട് നിർമ്മിതമായ ഒരു മല പോലെയാണ് ഈ ചൈതന്യം. അതിൻ്റെ ഉള്ളിൽ വെറുതെ ഈ പ്രപഞ്ചത്തെ ഉണ്ടെന്ന് അനുഭവിക്കുന്നു. കുറേ ദൃശ്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്നു. സ്വതഃ സ്വസാക്ഷാത്കാരവന്ഹിന, ഈ ഉള്ളിൽ ഉണ്ടെന്ന് തോന്നുന്ന ദൃശ്യഭ്രമത്തെ
കത്തിച്ച് കളയാൻ ജ്ഞാന അഗ്നി മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ. ജ്ഞാന അഗ്നിയിലൂടെയാണ് നിഴലുകൾ പോലെ കാണപ്പെടുന്ന ദൃശ്യങ്ങളെ ഇല്ലായ്മ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ല എന്നറിയുക, ഇത്രയേ ഉള്ളൂ. പ്രപഞ്ചത്തെ നശിപ്പിക്കാനായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇല്ല എന്നറിയുക. ഇല്ലാത്തതിനെ ഉള്ളതായി കരുതുന്നതാണ് അജ്ഞാനം. അതാണ് മോഹം. മോഹം കൊണ്ടുണ്ടാകുന്നതാണ് രാഗദ്വേഷങ്ങൾ. ഇപ്പം എന്തു വേണം? ഇല്ലാത്തതിനെ ഇല്ലാത്തതാണെന്ന് അറിയുക. ഇല്ലാത്തതിനെ ഇല്ലാത്തതാണെന്ന് അറിയുന്ന സെക്കൻഡിൽ ഉള്ളത് ഉള്ളതായി പ്രകാശിക്കും. ഉള്ളതിനെ ഇല്ലാത്തതായി അറിയുക, അല്ലെങ്കിൽ ഇല്ലാത്തതിനെ ഉള്ളതായി അറിയുക. അതാണ് കുഴപ്പം. തെറ്റിദ്ധാരണ എന്ന് ചുരുക്കം. തെറ്റായി മനസ്സിലാക്കുക. ആ തെറ്റിദ്ധാരണയാണ് ദുഃഖത്തിൻ്റെ മൂലകാരണം. അപ്പോൾ ഈ സ്ഫടിക പർവ്വതത്തിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന നിഴലുകളെ ആത്മസാക്ഷാത്കാര രൂപത്തിലുള്ള അഗ്നി കൊണ്ട് ദഹിപ്പിച്ച് സ്വച്ഛനായി ബാക്കി നിൽക്കൂ. മനസ്സ് നിർമ്മലമായിരിക്കണം. നിർമ്മലം എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നും ഉണ്ടാവരുത്. മനസ്സ് ഒഴിയണം. മനസ്സ് ശൂന്യമായി തീരണം. മനസ്സ് ശൂന്യമായാൽ അതിനെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. ഈ മനസ്സും കൂടെ ഉള്ളപ്പോഴാണ് പ്രശ്നങ്ങൾ മുഴുവൻ ജനിപ്പിക്കുന്നത് ഈ മനസ്സാണ്. ചിന്തകൾ, സങ്കല്പങ്ങൾ ഉള്ളിൽ നിന്ന് പൂർണ്ണമായി അകന്നാൽ ബോധം ബാക്കി നിൽക്കും. അതൊരു വസ്തുവല്ല. അതിന് കനമോ തൂക്കമോ നിറമോ മണമോ രുചിയോ ഒന്നുമില്ല. അത് ശുദ്ധമായ ആനന്ദമാണ്. അപ്പം ആ ആനന്ദത്തെ അനുഭവിക്കണമെങ്കിൽ മനസ്സ് അപ്രത്യക്ഷമാകണം. എന്ന് പറഞ്ഞാൽ ചിന്തകൾ ഉള്ളിൽ ഒടുങ്ങണം എന്നർത്ഥം. അങ്ങനെ ആത്മസാക്ഷാത്കാരത്തിലൂടെയാണ്, ആ ജ്ഞാന അഗ്നിയിലൂടെയാണ് ഈ ഇല്ലാത്ത കാഴ്ചകളെ കത്തിച്ച് ചാമ്പലാക്കേണ്ടത്. യഥാ സ്വച്ഛഃ സ്ഫടികാചലഃ സ്വാന്തഃ പ്രതിബിംബവനം പ്രാഗ് ദധത് കദാചിത് പ്രതിബിംബവന്യഭാവമിവ പ്രാപ്തേന സ്വേനൈവ തദ്വനം ദഗ്ധ്വാ സ്വരൂപമാത്രേ അവതിഷ്ഠതേ തദ്വത് ഇത്യാശയഃ. സ്ഫടിക മലയുടെ ഉള്ളിൽ ഒരു വലിയ കാടുള്ളതുപോലെ തോന്നി. സ്ഫടിക മലയുടെ ഉള്ളിൽ കാടുണ്ടാവാൻ പറ്റില്ല. കാരണം സ്ഫടികം എന്ന് പറഞ്ഞാൽ കട്ടിയുള്ളതാണ്, സാന്ദ്രതയുള്ളതാണ്. അതിൻ്റെ ഉള്ളിൽ മറ്റൊരു വസ്തുവിന് പ്രവേശമില്ല. പക്ഷേ സ്ഫടിക പർവ്വതത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ കാടുള്ളതുപോലെ തോന്നുന്നു. ഈ കാടിനെ എങ്ങനെ നശിപ്പിക്കും? ഈ സ്ഫടിക മലയുടെ ഉള്ളിൽ തന്നെ ഒരു അഗ്നിയെ വളർത്തിയെടുക്കുക. അതെങ്ങനെയെന്നൊന്നും ചോദിക്കരുത്. സ്ഫടിക മലയുടെ ഉള്ളിലുള്ള വനത്തെ നശിപ്പിക്കാൻ സ്ഫടിക മലയുടെ ഉള്ളിൽ തന്നെ ഒരു അഗ്നിയെ ജ്വലിപ്പിക്കുക. ആ അഗ്നി സ്ഫടിക മലയുടെ ഉള്ളിൽ കാണപ്പെടുന്ന വനത്തെ മുഴുവനും കത്തിച്ച് ചാമ്പലാക്കും. അവസാനം ശുദ്ധമായ സ്ഫടിക പർവ്വതം മാത്രം ബാക്കി നിൽക്കും. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? സ്ഫടികത്തിൻ്റെ ഉള്ളിൽ ഒരു വനം ഉണ്ടാവാൻ പറ്റില്ല. ഉള്ളതുപോലെ തോന്നുന്നു. തോന്നിയാൽ അതിനെന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യണം. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ സ്ഫടിക പർവ്വതത്തിൻ്റെ ഉള്ളിൽ ഒരു അഗ്നിയെ ജ്വലിപ്പിക്കുക. ആ അഗ്നി കൊണ്ട് ആ വനം പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ അജ്ഞാനം കൊണ്ട് ഉള്ളതുപോലെ തോന്നിയ പ്രപഞ്ചത്തെ ജ്ഞാനമാകുന്ന അഗ്നി, ഈ ജ്ഞാനം അജ്ഞാനത്തെ പോലെ തന്നെ ഇല്ലാത്ത ഒന്നാണ്. കേവല ബോധത്തിൽ ജ്ഞാനാജ്ഞാനങ്ങളില്ല. ആത്മാവ് ബ്രഹ്മസ്വരൂപമാണ്, അല്ല ബ്രഹ്മം ജ്ഞാനസ്വരൂപമാണ് എന്ന് പറയുന്നുണ്ടല്ലോ. പ്രജ്ഞാനം ബ്രഹ്മ, അറിവാണ് ബ്രഹ്മം. ആ അറിവ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മറ്റൊന്നിനെ കുറിച്ചുള്ള അറിവല്ല.
അത് ബ്രഹ്മത്തിൻ്റെ സ്വരൂപം തന്നെയാണ്. അറിവിൻ്റെ മറ്റൊരു പേരാണ് ബ്രഹ്മം. ശുദ്ധമായ അനുഭവം തന്നെയാണ് ബ്രഹ്മം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഉള്ളിൽ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ആത്മജ്ഞാനം എന്ന അഗ്നിയെ വളർത്തി വെറുതെ ഉണ്ടെന്ന് തോന്നുന്ന ആ വനത്തെ, ബോധത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന ആ അജ്ഞാനരൂപമായ സംസാരത്തെ ദഹിപ്പിച്ചു കളയുക. ബാക്കി ശുദ്ധബോധം അവശേഷിക്കും. ബോധം മാത്രമായിട്ട് അവശേഷിച്ചാൽ ഒരു കുഴപ്പമില്ല. ബോധത്തിൽ അതല്ലാത്ത മറ്റെന്തെങ്കിലും കടന്നാൽ, അല്ല, ബോധത്തിൽ ബോധമല്ലാതെ ഒന്നും പ്രവേശിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. ബോധത്തിൽ അതല്ലാത്ത ഒന്നും പ്രവേശിക്കാൻ പറ്റില്ല. പക്ഷേ ബോധത്തിൽ തെറ്റിദ്ധാരണ കൊണ്ട് അതല്ലാത്ത പലതും ഉള്ളതുപോലെ അനുഭവിക്കാമല്ലോ. അങ്ങനെ അനുഭവിക്കുന്നതാണ് ഈ പ്രപഞ്ചം. ഒന്നുമില്ല ഇവിടെ. യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതും ഇലക്ഷനുമില്ല, ഇലക്ഷൻ റിസൾട്ടും ഇല്ല, ഒന്നുമില്ല ഇവിടെ. ഒക്കെ സ്വപ്നത്തിൻ്റെ അംശങ്ങളാണ്. ഉണർന്നെഴുന്നേറ്റാൽ ഒന്നുമില്ല. എന്തൊക്കെയോ കണ്ടു, എന്തൊക്കെയോ ചെയ്തു, സ്വപ്നത്തിൽ എന്തൊക്കെയോ നേടി, എന്തൊക്കെയോ നഷ്ടപ്പെട്ടു. ഉണർന്നെഴുന്നേറ്റവന് ഒരു ലാഭവും ഇല്ല, ഒരു നഷ്ടവും ഇല്ല. വെറുതെ തോന്നി. ജനിക്കുന്നതായി തോന്നുന്നു, വളരുന്നതായി തോന്നുന്നു, ക്ഷീണിക്കുന്നതായി തോന്നുന്നു, മരിക്കുന്നതായും തോന്നുന്നു, പുനർജനിക്കുന്നതായിട്ടും തോന്നുന്നു. എല്ലാം തോന്നലാണ്. തോന്നലിനപ്പുറത്ത് നിൽക്കുന്നത് ഈ ആത്മാവ് മാത്രമാണ്. മറ്റുള്ളതെല്ലാം മനസ്തലമാണ്, മനസ്സിൻ്റെ തലമാണ്. മനസ്സിൻ്റെ തലത്തിലുള്ളതെല്ലാം കള്ളമാവാനേ പറ്റൂ. അത് ഭ്രമം തന്നെയാണ്. ഭ്രമത്തെ അതിക്രമിച്ച് നിൽക്കുന്നതാണ് ഈ ആത്മാവ്. പക്ഷേ അതൊരു വസ്തുവല്ല. അത് അതിസൂക്ഷ്മമായ ബോധമാണ്. അതിനെ അനുഭവിക്കാൻ മാത്രമേ പറ്റൂ. അത് ആനന്ദഘനമായതുകൊണ്ട് അതിനെ കണ്ടെത്തുന്നതോടുകൂടി ഒരാൾ ജീവിത ധന്യത അനുഭവിക്കുന്നു. ഇതിനെ സാക്ഷാത്കരിക്കുന്ന ഒരാൾ ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, ഒന്നും നേടാനില്ല, എൻ്റെ ജീവിതം സഫലമായി ധന്യമായി, ഞാൻ ചരിതാർത്ഥനാണ്, കൃതകൃത്യനാണ് എന്ന ഒരു പൂർണ്ണതയാണ് ഒരു ജ്ഞാനി ഉള്ളിൽ അനുഭവിക്കുന്നത്. മറ്റൊന്നുകൊണ്ടും ഈ ധന്യത നേടാൻ സാധ്യമല്ല. കാരണം മറ്റുള്ളതെല്ലാം മായയുടെ ഉള്ളിലാണ്, മായാ കാര്യങ്ങളാണ്. മായാ കാര്യങ്ങളെ നേടുന്നത് നേട്ടമല്ല, മായാ കാര്യങ്ങളെ നഷ്ടപ്പെടുത്തുന്നത് നഷ്ടവുമില്ല. ഈ ആത്മാവിനെ നേടണമെന്ന് പറയുന്നുണ്ടല്ലോ. ആ നേട്ടം എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചാൽ മറ്റൊരു വസ്തുവിനെ നേടുന്നത് പോലെയല്ല. ഞാൻ ഈ ആത്മാവാണ് എന്നുള്ള തിരിച്ചറിവാണ്. ഞാൻ എന്നെ ഒരു ജീവനായി തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണ നീങ്ങി ഞാനിപ്പോൾ ആത്മാവാണ് എന്നുള്ള അറിവുണ്ടായി. തന്നെ ആത്മാവായി അറിയുന്നതാണ് തന്നെ നേടുക എന്ന് പറയുന്നത്. അറിവിലൂടെ നേടപ്പെടുന്നതാണ് ആത്മാവ്. ജ്ഞാനം കൊണ്ടാണ് ഈ ആത്മാവിനെ നേടുന്നത്. ഈ ജ്ഞാനം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള തിരിച്ചറിവ് മാത്രമാണ്. തിരിച്ചറിവ് കർമ്മത്തിലൂടെ സാധ്യമല്ല. ഞാൻ ആരാണെന്നറിയാൻ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ എങ്ങനെ എന്നെ സഹായിക്കും? നിങ്ങൾ മറുപടി പറയൂ. ഞാൻ ആരാണ് എന്നുള്ള അറിവ് എൻ്റെ ഏതെങ്കിലും കർമ്മം കൊണ്ട് നേടാൻ പറ്റുന്ന ഒന്നാണോ? അല്ല. കർമ്മം ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ എന്നെ എങ്ങനെ അറിയിച്ചു തരും? എൻ്റെ സ്വരൂപത്തിലേക്ക് അവ എങ്ങനെയാണ് വെളിച്ചം വീശുക? അതുകൊണ്ട് കർമ്മം കൊണ്ട് ആത്മാവിനെ നേടാൻ സാധ്യമല്ല. കർമ്മം കൊണ്ട് നേടുന്നത് ചിത്തശുദ്ധിയാണ്. എന്തിനാണ് ഈ ചിത്തശുദ്ധി നേടേണ്ടത് എന്ന് ചോദിച്ചാൽ, ശുദ്ധമായ ചിത്തം അല്ലെങ്കിൽ മനസ്സ്, അതും അല്ലെങ്കിൽ ബുദ്ധി, ആ പരിശുദ്ധമായ ബുദ്ധി കൊണ്ടാണ് ഒരാൾ തത്വവിചാരം ചെയ്ത് ഈ ആത്മാവിനെ നേടേണ്ടത്. അപ്പോൾ ആ തത്വവിചാരത്തിന് നമ്മെ തയ്യാറാക്കുന്നതാണ്
ഈ കർമ്മങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ കർമ്മം നേരിട്ട് നമുക്ക് ജ്ഞാനത്തെ തരില്ല. ഇപ്പോൾ ഈ ഉള്ളിൽ ബോധശിലയുടെ ഉള്ളിൽ വെറുതെ ഉണ്ടെന്ന് തോന്നിയ ആ വനത്തെ ബോധ അഗ്നി കൊണ്ട്, ജ്ഞാന അഗ്നി കൊണ്ട് അതിനെ കത്തിച്ചു കഴിയുമ്പോൾ ശുദ്ധമായ സ്ഫടിക മല മാത്രം ബാക്കിയുണ്ടാവും. അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഉടനെ ബ്രഹ്മം മലയുടെ ആകൃതിയിലുള്ള ഒന്നെന്നല്ല. മല എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുപോലെ അനന്തമായി വ്യാപിച്ചു കിടക്കുന്ന സത്യം എന്നുള്ള അർത്ഥത്തിലാണ് സ്ഫടികമല എന്ന് ഈ ബോധത്തെ വസിഷ്ഠ മഹർഷി വിശേഷിപ്പിക്കുന്നത്. യഥാ യഥാന്ധകാരേണ പ്രേക്ഷ്യമാണം പ്രണശ്യതി കിമപ്യംഗാഭ്രചക്രാഭം തഥേദം വിശ്വമാത്മനി. യഥാ യഥാ അന്ധകാരേണ പ്രേക്ഷ്യമാണം പ്രണശ്യതി. എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ അറിവ് തെളിഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ച എപ്പോഴാണോ കൂടുതൽ കൂടുതൽ വ്യക്തമായി തീരുന്നത്, അത്ര കണ്ട് ഈ ആത്മതത്വം തെളിഞ്ഞു വരും. അറിവിൻ്റെ കണ്ണ്, അതിനാണ് തെളിച്ചം സംഭവിക്കേണ്ടത്. അപ്പോൾ ഈ ആത്മതത്വത്തെ നമുക്ക് കുറച്ചായി വ്യക്തമായി അറിയാൻ പറ്റും. മറ മാറി വരും. മൂടൽമഞ്ഞ് പതുക്കെ സൂര്യപ്രകാശത്തിൽ അപ്രത്യക്ഷമാകുന്നത് പോലെ, അപ്പോൾ നമുക്ക് ദൂരെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുന്നത് പോലെ അജ്ഞാനമറ ജ്ഞാന സൂര്യനാൽ കുറച്ചായിട്ട് നശിപ്പിക്കപ്പെടുമ്പോൾ ഈ ആത്മതത്വം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തതയുണ്ടാവും. ആ വ്യക്തത പതുക്കെ വർദ്ധിക്കുകയും ചെയ്യും. യഥാ യഥാന്ധകാരേണ പ്രേക്ഷ്യമാണം പ്രണശ്യതി. അന്ധകാരേണ നിശി സമ്പാദിതം കിമപി അഭ്രചക്രാഭം ജഗദാവരണം ഉഷസി പ്രേക്ഷ്യമാണം യഥാ യഥാ ക്രമാത് നിശേഷം പ്രണശ്യതി തഥാ അജ്ഞാനാന്ധകാരേണ കൃതം ഇദം വിശ്വമവി ഇത്യർത്ഥ. എന്ന് പറഞ്ഞാൽ രാത്രി ഇരുട്ട് വ്യാപിക്കുന്നു. ആ അന്ധകാരത്തിൽ ആകാശത്തിൽ ഒരു അഭ്രചക്രം എന്ന് പറഞ്ഞാൽ മേഘം വൃത്താകൃതിയിൽ കാണപ്പെടുന്നു. ചക്രാകൃതിയിൽ കാണപ്പെടുന്ന ഒരു മേഘം, അതെന്തോ ഒരു വസ്തുവാണ് എന്ന് നമ്മൾ അന്ധകാരം ഉള്ളപ്പോൾ തെറ്റിദ്ധരിക്കുന്നു. ഇതുപോലെ സത്യത്തെ അറിയാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ അജ്ഞാനം എന്ന് പറയുന്നത്. അത് അന്ധകാരം പോലെയാണ്. ആ അന്ധകാരം നമ്മെ ഗ്രസിക്കുമ്പോൾ നമുക്ക് ഒന്നിനെക്കുറിച്ചും ഒരു വ്യക്തതയുണ്ടാവില്ല. ജ്ഞാനം കൊണ്ട് ഈ അജ്ഞാന മറ നഷ്ടമാകുമ്പോൾ എങ്ങനെയാണോ സൂര്യോദയത്തിൽ സൂര്യപ്രകാശം കൊണ്ട് ഈ അന്ധകാരം നീങ്ങുന്നത്, അത് പെട്ടെന്ന് നീങ്ങുകയില്ല. പതുക്കെ സൂര്യൻ ഉദിച്ചു വരുംതോറും, സൂര്യൻ്റെ പ്രകാശത്തിന് ശക്തി കൂടുന്തോറും ഈ അന്ധകാരം കുറച്ചായി നീങ്ങും. അവസാനം മുഴുവനായിട്ടും ഈ അന്ധകാരം അപ്രത്യക്ഷമാകും. അതുപോലെ ഈ അജ്ഞാനമാകുന്ന അന്ധകാരവും ജ്ഞാനസൂര്യൻ്റെ ഉദയത്തിൽ പതുക്കെ അപ്രത്യക്ഷമായി അവസാനം പൂർണ്ണമായി ഇല്ലാതാവും. അപ്പം ജ്ഞാനം പ്രബലമാകണം, ജ്ഞാനം ഉറച്ചുറച്ചു വരണം. ജ്ഞാനത്തിൽ എന്താണ് ഇങ്ങനെ ഉറയ്ക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാസന എന്ന് പറയുന്നത് അത്ര പെട്ടെന്നൊന്നും നശിക്കുകയില്ല. ജന്മജന്മാന്തരങ്ങളായി ഈ പ്രപഞ്ചം സത്യമാണെന്നും തനിക്കൊരു ദേഹമുണ്ടെന്നും താനൊരു വ്യക്തിയാണെന്നും കരുതിയാണ് ഓരോ ജീവന്മാരും ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ ആ തെറ്റിദ്ധാരണകൾ പൊടുന്നനവേ ഒരിക്കലും നീങ്ങുകയില്ല. അതുകൊണ്ട് വീണ്ടും ഈ ജ്ഞാനത്തെ ഉറപ്പിക്കേണ്ട ആവശ്യകതയുണ്ട്. യഥാ യഥാ ജ്ഞാനപ്രാബല്യം തഥാ സാജ്ഞാനസ്യ ജഗതോ നാശേ ദൃഷ്ടാന്തമാഹ. ഈ ജ്ഞാനം കുറച്ചായിട്ടാണ് വൃദ്ധിയെ പ്രാപിക്കുക. തത് സ്വയം യോഗ സംസിദ്ധ കാലേന ആത്മനി വിന്ദതി. ഇതാണ് ശ്രീകൃഷ്ണനും പറയുന്നത്.
അർജുന, ഈ ജ്ഞാനം ഒരിക്കൽ പ്രകാശിച്ചത് കൊണ്ട് പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് വിചാരിക്കുന്നു. ആത്മാവ് എന്താണ് എന്നുള്ളത് വ്യക്തമായി നമുക്കറിയാൻ പറ്റി. സമാധിയിൽ നമ്മളതിനെ സാക്ഷാത്കരിച്ചു. അതുകൊണ്ട് നമ്മുടെ ജോലി പൂർത്തിയായി, എല്ലാ പണിയും കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറയാൻ പാടില്ല. അങ്ങനെ വിചാരിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ആത്മാവ് ഉള്ളിൽ പ്രകാശിച്ചാലും ഈ അജ്ഞാനത്തിൻ്റെ സ്വാധീനം പിന്നെയും ഉള്ളിൽ ബാക്കിയുണ്ടാവും. ആ അജ്ഞാനം അവിടെ ഇരുന്ന് വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനത്തെ നമ്മൾ കൂടുതൽ കൂടുതൽ ഉറപ്പിക്കുക വഴി ഈ അജ്ഞാനത്തിൻ്റെ സ്വാധീനത്തെ കുറച്ച് കൊണ്ടുവരണം. അങ്ങനെ അജ്ഞാനത്തിൻ്റെ സ്വാധീനം കുറഞ്ഞ് അവസാനം അജ്ഞാനത്തിൻ്റെ അവസാന കണികയും ഹൃദയത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ പിന്നെ പേടിക്കാനില്ല. ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് പൂർണ്ണമായ ഉറപ്പ്. ആ ഉറപ്പ് നേടുന്നത് വരെ ഈ ജ്ഞാന അഭ്യാസത്തെ ഒരിക്കലും ഒരു സാധകൻ ഉപേക്ഷിക്കരുത്. ഒരു പ്രാവശ്യം ജ്ഞാനം ലഭിച്ചു, ആ ആത്മാവിനെ കണ്ടു, അതുകൊണ്ട് നിങ്ങൾ മായയെ ജയിച്ചു എന്ന് കരുതരുത്. ഈ മായയുടെ സ്വാധീനം വളരെ വലുതാണ്. പല കാലമായി നമ്മൾ ഉള്ളിൽ അഭ്യസിച്ച് ഉറപ്പിച്ചതാണ് ഈ അജ്ഞാനത്തെ. അപ്പോൾ അത് പൂർണ്ണമായി ഇല്ലാതാകാൻ കുറേ സമയമെടുക്കും. അത്രയും കാലം ഈ ജ്ഞാനത്തെ അഭ്യസിക്കുക തന്നെ വേണം. തത്വവിചാരം തുടരണം എന്നർത്ഥം. അങ്ങനെ കാലക്രമത്തിലാണ് അർജുന ഈ ജ്ഞാനത്തിൽ ഉറപ്പ് വരുന്നത്. കാലേന ആത്മനി വിന്ദതി. ഒരാൾ അയാളുടെ ഉള്ളിൽ ഈ ജ്ഞാനനിഷ്ഠ അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ പ്രതിഷ്ഠ സാധിച്ചെടുക്കുന്നത് കാലക്രമത്തിലാണ്. അപ്പോൾ ഒരു പ്രാവശ്യം സാക്ഷാത്കരിച്ചത് കൊണ്ട് മായ ജയിച്ചു എന്ന് കരുതാൻ പറ്റില്ല. അപ്പോൾ തെളിഞ്ഞ് വരണം. എന്ത്? ജ്ഞാനം തെളിഞ്ഞ് അവസാനം മറം പൂർണ്ണമായി മാറി എന്ന് ഉറപ്പ് വരുമ്പോൾ നമ്മൾ പൂർണ്ണത നേടി, പൂർണ്ണ ബ്രഹ്മനിഷ്ഠനായി എന്ന് ഉറപ്പിക്കാം. യഥാം ബുദ്ധി സ്വയം യാതി തോയാദ്യാവർത്തകാദികം സ്ഥിതോ ദധത്തഥൈവേദം ചിദാകാശോംഗമാത്മനി. യഥാ അംബുധി സ്വയം യാതി തോയാദി ആവർത്തതാദികം. എങ്ങനെയാണോ ഒരു സമുദ്രം അലകളായും ചുഴികളായും തന്നെ മാറ്റുന്നത്, സമുദ്രജലം തന്നെയാണ് അലകളായും ചുഴികളായും എല്ലാം പ്രത്യക്ഷപ്പെടുന്നത്. അത് സമുദ്രത്തിൻ്റെ തന്നെ ഓരോ പ്രകടനങ്ങളാണ്. സ്ഥിതോ ദധത്തഥൈവേദം ചിദാകാശഃ അംഗമാത്മനി. ഈ ചൈതന്യത്തിൻ്റെ ഒരു പ്രകടനമാണ് ഈ പ്രപഞ്ചം. ഇവിടെ നടക്കുന്ന സകല കോലാഹലങ്ങളും, സകല ബഹളങ്ങളും, സകല കൊള്ളരുതായ്മകളും, സകല സത്കാര്യങ്ങളും ആത്മാവിൻ്റെ പ്രകടനമാണ് എന്ന് കാണാൻ കഴിയണം. നല്ലതിൽ മാത്രമേ ഞാൻ ദൈവത്തെ കാണൂ, അങ്ങനെ വാശി പിടിക്കരുത്. ദൈവത്തിൻ്റെ പ്രകടനത്തിൽ നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. നിങ്ങൾ ചീത്തയെ പിന്തുടരണ്ട, നല്ലതിനെ തന്നെ പിന്തുടരണം. പക്ഷേ ഈ ചീത്തയും ദൈവത്തിൻ്റെ പ്രകടനമാണ് എന്ന് കാണണം. തിന്മയിലും ദൈവത്തെ കാണാൻ കഴിയണം. നന്മയിൽ മാത്രമേ ഞാൻ ദൈവത്തെ കാണൂ, നല്ലവരിൽ മാത്രമേ ഞാൻ ദൈവ സാന്നിധ്യത്തെ അംഗീകരിക്കൂ. അതൊന്നും പറ്റില്ല. എൻ്റെ അഭിപ്രായത്തിൽ മോശമായത്, വൃത്തികെട്ടത്, കൊള്ളരുതാത്തത്, അതിൽ വേണം ആദ്യം ദൈവത്തെ കാണാൻ. അതിൽ ദൈവത്തെ കാണാൻ കഴിഞ്ഞാൽ നല്ലതിൽ നിങ്ങൾക്ക് അനായാസേന ദൈവത്തെ കാണാൻ പറ്റും. പക്ഷേ നല്ലതിൽ മാത്രം ദൈവത്തെ കണ്ട് ശീലിച്ച ഒരാൾക്ക് വൃത്തികെട്ടതിൽ അല്ലെങ്കിൽ കൊള്ളരുതാത്തതിൽ, തിന്മയിൽ ദൈവത്തെ കാണാൻ പറ്റില്ല. ഭേദചിന്ത വരും. ഒരു കാര്യം ചെയ്യൂ, തുടക്കത്തിൽ നല്ലതിൽ മാത്രം ഈശ്വരനെ കാണൂ.
അതൊരു തുടക്കമായിക്കോട്ടെ. പക്ഷേ ആ അഭ്യാസം പാകപ്പെട്ട് അവസാനം എല്ലാത്തിലും ദൈവത്തെ കാണാനുള്ള ഒരു പക്വത നമുക്കുണ്ടാവണം. എങ്ങനെയാണോ സമുദ്രജലം തന്നെ അലകളായും ചുഴികളായും പ്രത്യക്ഷപ്പെടുന്നത്, അതുപോലെ ഈ ചിദാകാശം തന്നെയാണ് രാമ പ്രപഞ്ച പദാർത്ഥങ്ങളായും പ്രപഞ്ചത്തിലെ ജീവന്മാരായും തന്നെ പ്രകടമാക്കിയിരിക്കുന്നത്. സർവം ഖൽവിദം ബ്രഹ്മ, സർവം വിഷ്ണുമയം ജഗത്. നിങ്ങൾ വിഷ്ണുമയം പറഞ്ഞാലും ശിവമയം എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യമയം എന്ന് പറഞ്ഞാലും ദേവീമയം എന്ന് പറഞ്ഞാലും അതൊക്കെ പേരുകൾ. അരൂപമായ ഒരു സാന്നിധ്യം, അതാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത് എന്ന് ചിന്തിച്ചുറപ്പിക്കണം. ഇതെങ്ങനെയാണ് ഇത് ഉറപ്പിക്കുക എന്ന് ചോദിച്ചാൽ, ആവർത്തിച്ചുള്ള അഭ്യാസത്തിലൂടെ, നിരന്തരമായ പ്രയത്നത്തിലൂടെ ഞാൻ എല്ലാറ്റിലും ഭഗവാനെ കാണും, സകലതും ബ്രഹ്മമയമാണ് എന്ന് ഞാൻ കാണും എന്ന് തീരുമാനിക്കുക. തീരുമാനിച്ച് കുറച്ചായിട്ട് അത് നടപ്പിലാക്കുക. അല്ല, ഞാൻ പെട്ടെന്ന് നടപ്പിലാക്കിയാലോ? പെട്ടെന്ന് നടപ്പിലാക്കാൻ പറ്റിയാൽ വളരെ സന്തോഷം. പക്ഷെ പെട്ടെന്ന് നടപ്പിലാക്കാൻ പറ്റില്ല. എല്ലാറ്റിലും ബ്രഹ്മത്തെ കാണണം എന്ന് വിചാരിച്ച് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോഴായിരിക്കും നമ്മുടെ ബദ്ധശത്രു നേരെ എതിരെ വരുന്നത്. ഇവനിൽ മാത്രം എനിക്ക് ബ്രഹ്മത്തെ കാണാൻ പറ്റില്ല, ബാക്കി ആരിൽ വേണമെങ്കിലും എന്തിൽ വേണമെങ്കിലും ഞാൻ ബ്രഹ്മത്തെ കാണാം. ഇവൻ എൻ്റെ ജീവിതം തൊലച്ചവനാണ്. എല്ലാം ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒന്നിനെയും മാറ്റി നിർത്തരുത്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. സകല ജീവികളുടെയും ഹൃദയാന്തർഭാഗത്ത് ഈശ്വരൻ കുടിയിരിക്കുന്നു. അദ്ദേഹം അവിടെ ഉണ്ട്. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ആരും ജീവിക്കില്ലായിരുന്നു, ആരും ഒന്നിനെയും അനുഭവിക്കുകയില്ലായിരുന്നു. എല്ലാവരും ഞാനുണ്ട് എന്നറിയുന്നു. പ്രപഞ്ചാനുഭവങ്ങൾ എല്ലാ ജീവികൾക്കും ഉണ്ട്. അതുകൊണ്ട് എല്ലാറ്റിലും ഭഗവാൻ വ്യാപിച്ചിരിക്കുന്നു എന്ന് കാണണം. അങ്ങനെ ഒരു നിഷ്കർഷ നമുക്കുണ്ടാവണം. യഥാ സ്വയമേവ തോയ പ്രവാഹ തരംഗാദിഷ്വാവർത്തക ഭേന ബുദ്ബുദാദികം അംഗം ദധത് സ്ഥിതഃ തഥൈവ ചിദാകാശഃ അപി ആത്മനി ജഗദംഗം ദധത് സ്ഥിതഃ ഇത്യർത്ഥഃ. എങ്ങനെയാണോ സമുദ്രം സ്വയം ജലപ്രവാഹമായും അലകളായും ചുഴികളായും നുരയും പതയും കുമിളകളും ഒക്കെയായി ഒരേ സമുദ്രം തന്നെ പ്രകടമാക്കുന്നത്, അതുപോലെ തന്നെ ചിദാകാശം ജഗത്തായും ജഗത്തിലെ പദാർത്ഥങ്ങളായും ആ പദാർത്ഥങ്ങളെ അനുഭവിക്കുന്ന ജീവന്മാരായും തന്നെ പ്രകടമാക്കിക്കൊണ്ട് പരിലസിക്കുന്നു. ആ പരമാത്മാവിനെ സകലതിലും കാണാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതം പരാജയം എന്നർത്ഥം. നല്ലത് ചീത്ത, ശുഭം അശുഭം, ഈ ദ്വൈതഭാവം പോട്ടെ. ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അത് നിർഗുണമാണ്. നിർഗുണമായ സ്ഥിതിയാണ് ശ്രേഷ്ഠം. നല്ലത് ചീത്ത അത് താഴേക്കിടെയാണ്. അത് മോശമായ അവസ്ഥയാണ്. നല്ലതും ചീത്തയുമായി വേർതിരിയുക എന്നുള്ളത്. അങ്ങനെ വേർതിരിച്ചിട്ട് തിന്മയെക്കാളും നന്മയാണ് മേലെ ശ്രേഷ്ഠം എന്ന് പറയുന്നു. ഈ നന്മയും ഒരു തരത്തിൽ തിന്മയാണ്. തിന്മയാണെന്ന് നമ്മളെല്ലാവരും സമ്മതിക്കും. നന്മയും ഒരർത്ഥത്തിൽ തിന്മയാണ്. അപ്പം പിന്നെ എല്ലാവരും തിന്മ പ്രവർത്തിച്ചാൽ മതി, നന്മയ്ക്ക് ഈ ലോകത്തിൽ സ്ഥാനമില്ല എന്ന് വിചാരിക്കരുത്. തിന്മയെ നന്മ കൊണ്ട് വേണം ജയിക്കാൻ. നന്മ കൊണ്ട് തിന്മയെ ജയിച്ചിട്ട് നന്മയെ കടന്ന് അതിനും മുകളിലുള്ള നിർഗുണ ബ്രഹ്മത്തിൽ എത്തിച്ചേരണം. അതെങ്ങനെയാ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ, ഞാൻ
നന്മയായും തിന്മയായും കണ്ടത് നിർഗുണമായ ഈ തത്വത്തെയാണ് എന്ന് തിരിച്ചറിയുക. അങ്ങനെ തിരിച്ചറിയുമ്പോൾ നന്മ തിന്മ എന്നുള്ള ഭേദം ഉള്ളിൽ നിന്ന് പോകും. എല്ലാം ഭഗവന്മയം, എല്ലാം പരമാത്മാവാണ്, പരമാത്മാവിൻ്റെ തന്നെ പ്രകടനങ്ങളാണ് ഈ നന്മതിന്മകൾ, ശുഭാശുഭങ്ങൾ എന്ന് കാണാൻ കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമായിത്തീരും. ദ്വൈതത്തെ അനുഭവിക്കുന്ന മനസ്സ് അല്ലെങ്കിൽ ദ്വൈതത്തെ അംഗീകരിക്കുന്ന മനസ്സ് അസ്വസ്ഥമായിരിക്കും. രണ്ടിനെ അംഗീകരിച്ചോ പോക്കാണ്. രണ്ടുണ്ടെന്ന് കരുതിയാൽ പോയി. ആത്മാവിനെ ഒരിക്കലും സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. ചിന്മാത്രമേവ പുരുഷ സ്വവത്സ അല്ല ഖവത്സ ചന നശ്യതി കദാചനാപി തദ്വ്യർത്ഥം യന്നശ്യാമീതി ശോകിത. രാമ, ഈ ചിത്ത് തന്നെയാണ് ജീവന്മാരുടെ രൂപത്തിൽ ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നത്. ഓരോരോ ശരീരത്തിലും ഇരുന്നു കൊണ്ട് പ്രാപഞ്ചിക അനുഭവങ്ങളെ അറിയുന്നത് ഈ ചൈതന്യമാണ്. ജീവൻ ബ്രഹ്മമാണ് രാമ. വ്യക്തികളെയാണ് നമ്മൾ ജീവന്മാർ എന്ന് പറയുന്നത്. അത് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മം തന്നെയാണ്. ഖവത് സച നശ്യതി. ആകാശം എങ്ങനെയാണോ നാശരഹിതമായി നിലകൊള്ളുന്നത്, അതുപോലെ ചൈതന്യ അംശമായ ജീവന്മാർക്കും നാശമില്ല. കാരണം അത് ചൈതന്യം തന്നെയാണ്. ഓരോരോ ശരീരങ്ങളിൽ ഈ ചൈതന്യം പ്രകടമാകുമ്പോൾ വേറെ വേറെയാണ് എന്ന് തോന്നുന്നു. അത് തോന്നൽ മാത്രമാണ്. ബ്രഹ്മമാണ് ജീവന്മാരുടെ രൂപത്തിൽ പ്രകടമായിരിക്കുന്നത്. കദാചനാപി തദ്വ്യർത്ഥം. ആ ചൈതന്യം ഒരിക്കലും നശിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് വ്യർത്ഥം എന്നശ്യാമീതി ശോകിത. ഞാൻ നശിച്ചു പോകും, ഞാൻ മരിച്ചു പോകും, ഞാൻ എന്തെങ്കിലും ഒരു ദിവസം ഇല്ലാതായി പോവും എന്നുള്ള ശോകം അസ്ഥാനത്താണ്. ഇതിൽ പരം വിഡ്ഢിത്തം വേറെയില്ല. ഏതിൽ പരം? ഞാൻ മരിച്ചു പോകും എന്ന് ചിന്തിക്കുന്നതിൽ പരം വിഡ്ഢിത്തം വേറെ ഒന്നുമില്ല. എല്ലാവർക്കും ഇതാണ് മരണഭയം. ഞാൻ ഇല്ലാതാവും. നിങ്ങൾ വിചാരിച്ചാലും നിങ്ങളെ ഇല്ലാതാക്കാൻ പറ്റില്ല. ഒരു വസ്തുവിന് തന്നെ നശിപ്പിക്കാൻ പറ്റില്ല. സെൽഫ് ഡിസ്ട്രക്ഷൻ ഈസ് ഇമ്പോസിബിൾ. ഒന്നിനെ നശിപ്പിക്കാൻ അതല്ലാത്ത മറ്റൊന്നിന് മാത്രമേ പറ്റൂ. ഞാനല്ലാത്ത ഒന്നിന് മാത്രമേ എന്നെ നശിപ്പിക്കാൻ പറ്റൂ. നമുക്ക് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാൻ പറ്റും. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ശരീരമല്ല. പക്ഷേ എനിക്ക് എന്നെ തന്നെ നശിപ്പിക്കാൻ പറ്റില്ല. താൻ ശരീരമാണ് എന്ന തെറ്റിദ്ധാരണയുള്ളത് കൊണ്ടാണ് ശരീരത്തെ നശിപ്പിച്ചാൽ ഞാൻ എന്നെ നശിപ്പിക്കും എന്ന് വിചാരിക്കുന്നത്. ആത്മനാശം എന്നുള്ളത് സാധ്യമല്ല. ശരീരനാശം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ മനുഷ്യർ ഞാൻ ചത്തുപോകും, ഞാൻ മരിച്ചു പോകും എന്നൊക്കെ ദുഃഖിക്കുന്നത് രാമ വെറുതെയാണ്. അവരുടെ ആ ദുഃഖത്തിൽ ഒരു കഴമ്പുമില്ല. വ്യർത്ഥമായി ദുഃഖിക്കുന്നു, ഒരു കാര്യവുമില്ലാതെ ദുഃഖിക്കുന്നു. ദുഃഖിക്കുക എന്നുള്ളതാണ് ദുഃഖം കൊണ്ടുള്ള പ്രയോജനം. വെറുതെ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുക, നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കുക, അതെന്ത് തരത്തിലുള്ള പ്രയോജനമാണ്? ദുഃഖം കൊണ്ട് ആർക്കും ഇന്നേ വരെ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ദുഃഖിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രയോജനം. ദുഃഖം കൊണ്ട് മരണത്തെ ജയിക്കാൻ സാധ്യമല്ല. ദുഃഖിച്ചത് കൊണ്ട് നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടുകയില്ല. നമ്മൾ ദുഃഖിച്ചത് കൊണ്ട് ഈ ലോകത്തിലുള്ള ഒരു സംഭവവും മറ്റൊരു വിധത്തിലാവാൻ പോകുന്നില്ല. നടക്കേണ്ടത് നടക്കും, സംഭവിക്കേണ്ടത് സംഭവിച്ചേ പറ്റൂ. പിന്നെ നമ്മൾ എന്തിനാ ഈ ദുഃഖിക്കുന്നത്? ദുഃഖിക്കേണ്ട കാര്യം എന്താണ്? ഈ ലോകത്ത് നടക്കുന്നതൊക്കെ അപരിഹാര്യങ്ങളായ കാര്യങ്ങളാണ്. പരിഹാരമില്ലാത്ത കാര്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ എന്നും നടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ദുഃഖിക്കുന്നത് ബുദ്ധിശൂന്യതയല്ലാതെ മറ്റൊന്നുമല്ല. തസ്മാത് അപരിഹാര്യേർത്ഥേ നത്വം ശോചിതുമർഹസി.
പരിഹരിക്കാൻ പറ്റാത്ത കാര്യത്തിൽ ദുഃഖിക്കുക എന്നുള്ളത് ബുദ്ധിഹീനതയുടെ ലക്ഷണമാണ്. അറിവില്ലാത്തവരാണ് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ ദുഃഖിക്കുക. എന്നാലും നമ്മൾ പറയും, സാറേ ദുഃഖം വന്നു പോകുന്നല്ലോ, എനിക്ക് ദുഃഖിക്കാൻ ആഗ്രഹമൊന്നുമില്ല, പക്ഷെ ദുഃഖം എന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പിടിപ്പുകേട്. ദുഃഖത്തെ തരണം ചെയ്യാനുള്ള അപരിമിതമായ ആത്മബലം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ അതിനെ വേണ്ട പോലെ പ്രയോഗിക്കുന്നില്ല. എന്നിട്ട് ദുഃഖം എന്നെ കീഴ്പ്പെടുത്തുന്നു, ദുഃഖത്തിന് ഞാൻ അടിമയാണ് എന്നൊക്കെ പറയുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ആത്മവീര്യത്തെ ഒന്ന് തട്ടി ഉണർത്തൂ. അവൻ സടകുടഞ്ഞെഴുന്നേൽക്കട്ടെ, ഒരു സിംഹത്തെ പോലെ. അല്ല, എവിടെ തട്ടണം? ഈ വീര്യത്തിന് സിംഹത്തിനെ പോലെ ജടയൊക്കെ ഉണ്ടോ, സടയുണ്ടോ? അങ്ങനെയൊന്നും ചോദിക്കരുത്. പൗരുഷപ്രയോഗം, പൗരുഷം കൊണ്ട് നേടാൻ പറ്റാത്തതായി ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. ആത്മജ്ഞാനം പോലും പൗരുഷത്തെ പ്രയോഗിച്ചാണ് മനുഷ്യർ നേടിയിട്ടുള്ളത്. ആത്മബലം, ആത്മവീര്യം, തൻ്റെ തന്നെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന അപാര ശക്തി അതവിടെ ഉണ്ടെന്ന് തിരിച്ചറിയണം, അതിനെ അംഗീകരിക്കണം, എന്നിട്ട് അതിനെ പ്രയോഗിക്കണം. ഞാൻ ഒരു സാധാരണ വ്യക്തി, വയസ്സായി, ഇനിയിപ്പോൾ എന്തോന്ന്, എണീക്കാൻ വയ്യ, നടുവേദന, ജലദോഷം, മറ്റ് പ്രശ്നങ്ങൾ, അവശമായി സാറേ, അവശമായി, ഒന്നിനും വയ്യ, ശരീരത്തിൽ മുഴുവൻ രോഗങ്ങൾ. സാറ് രോഗങ്ങളുടെ ഒരു പട്ടിക, ഒരു ലിസ്റ്റ് എൻ്റെ അടുത്ത് തരൂ, അതിൽ ഇല്ലാത്തത് ഞാൻ ടിക്ക് ചെയ്ത് തരാമെന്നുണ്ട്. ആ രോഗങ്ങളുടെ ലിസ്റ്റിൽ ഇല്ലാത്തത് ഞാൻ അടയാളപ്പെടുത്തി തരാം. അപ്പോൾ ഒരുവിധമുള്ള സകല അസുഖങ്ങളും ഉണ്ട്. ആയിക്കോട്ടെ, അസുഖം നിങ്ങൾക്കല്ല, ശരീരത്തിനാണ്. നിങ്ങൾ ശരീരമല്ല, നിങ്ങൾ ആത്മാവാണ് എന്ന് ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട് പോയതുകൊണ്ട് പ്രയോജനമില്ല. ഞാൻ നിങ്ങൾ ആത്മാവാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വയം ഞാൻ ആത്മാവാണ് എന്ന് ഉറപ്പിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ പ്രയോജനമില്ല, കേട്ടിട്ട് ഇവിടുന്ന് എണീറ്റ് പോവാം. അങ്ങേരെന്തോ പറഞ്ഞു, ചുമ്മാതെ നമുക്കൊരു ഉത്സാഹം വരാൻ വേണ്ടി, ഒന്ന് ചൂട് പിടിപ്പിക്കാൻ വേണ്ടി. മഴയൊക്കെ അല്ലേ, ആകപ്പാടെ തണുത്ത് മരവിച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഇങ്ങനെ കുറേ വാക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൂടാവുമല്ലോ, ഒന്ന് ഉഷാറാവുമല്ലോ. അങ്ങനെയല്ല, അതാണ് സത്യം. സത്യമാണ് എന്ന് അംഗീകരിക്കൂ. എൻ്റെ ഉള്ളിൽ അപരിമിതമായ ശക്തി ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ ശക്തിയെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. അതിന് സഹായിക്കുന്നത് ഞാൻ ആത്മാവാണ് എന്ന ഭാവനയാണ്. അങ്ങനെ ആത്മഭാവനയെ വളർത്തിയെടുത്ത് നാം കരുത്താർജിക്കണം. ചിന്മാത്രമേവ പുരുഷഃ ഖവത്സച ന നശ്യതി കഥാചനാപി തദ്വ്യർത്ഥം എന്നശ്യാമീതി ശോകിത. ഞാൻ മരിച്ചു പോകും എന്ന് മനുഷ്യർ കരുതുന്നത്, അങ്ങനെ കരുതി ദുഃഖിക്കുന്നത് വ്യർത്ഥമാണ്. ഒരു കാര്യവുമില്ലാതെ വെറുതെ ദുഃഖിക്കുന്നു, അതിൽ കഴമ്പില്ല. നമ്മുടെ സമയം ആയതുകൊണ്ട് നമുക്ക് നിർത്താം. 21 പദ്യങ്ങളെ ആയിട്ടുള്ളൂ. ഇനി ഈ സർഗം തീരാൻ 13 ശ്ലോകങ്ങൾ കൂടെ ഉണ്ട്. നാളെ നമുക്ക് ഇതിൻ്റെ തുടർച്ച വായിക്കാം.